അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ذلك أمر الله أنزله إليكم ومن يتق الله يكفر عنه سيئاته ويعظم له أجرا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവശക്തനായ സർവ്വലോക നിയന്താവായ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ വിചാരങ്ങളും വികാരങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം അറിയുകയും നമ്മെ നാളെ വിചാരണ ചെയ്യുകയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഖുർആൻ ക്ലാസ്സിന് വേണ്ടി മാത്രമായി സംഘടിപ്പിക്കപ്പെടുകയും വിളിച്ചു ചേർക്കപ്പെടുകയും ആ ഒരു നിയ്യത്തോടുകൂടെ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ഒരു സദസ്സിലാണ് നമ്മളിന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ബോധപൂർവം നമ്മൾ ചെയ്യുന്ന എല്ലാ നന്മകളും അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും കബൂൽ ചെയ്യുകയും നമുക്കെല്ലാവർക്കും അതിൻ്റെ പ്രതിഫലം പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒട്ടനവധി മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന, അലോസരപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഭീതിയിലാഴ്ത്തിക്കളയുന്ന ഒട്ടനവധി വാർത്തകളും വർത്തമാനങ്ങളും ചിന്തകളും നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷതയാണ് അതെല്ലാം. അല്പം വാർത്താ പ്രാധാന്യത്തോടുകൂടെ നമ്മുടെ മാധ്യമങ്ങളിൽ നമ്മൾ വായിക്കുന്ന വാർത്തകളും നമ്മുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളും കുടുംബാംഗങ്ങളും കൗതുകപൂർവ്വം നമുക്ക് പറഞ്ഞു തരുന്ന വാർത്തകളും വൃത്താന്തങ്ങളും വിവരങ്ങളുമെല്ലാം പുതിയ പുതിയ ഭയങ്ങളെ, ആശങ്കകളെ നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. കൊലപാതകങ്ങൾ, വർഗീയ കലാപങ്ങൾ, അതേപോലെ തന്നെ ആകസ്മികമായ മരണങ്ങൾ, ആക്സിഡൻറ്റുകൾ, അതേപോലെ തന്നെ കേട്ടുകേൾവിയില്ലാത്ത പുതിയ രോഗങ്ങൾ, അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലുണ്ടാകുന്ന അവിചാരിതമായ തകർച്ചകൾ, സാമ്പത്തിക രംഗത്ത് പലർക്കും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന കണക്ക് കൂട്ടാനാവാത്ത പരാജയങ്ങൾ, ഇങ്ങനെ ഒട്ടനവധി വിവരങ്ങളും വാർത്തകളുമാണ് നമ്മൾ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ നമ്മൾ പങ്കുവെക്കുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഒരു വീട്ടിൽ കള്ളൻ കയറിയതിനെക്കുറിച്ചുള്ള ഒരു വർത്തമാനം അയൽവാസി നമ്മളോട് പറഞ്ഞാൽ അന്നത്തെ രാത്രി എന്തായിരുന്നാലും കഴിഞ്ഞ രാത്രികളെക്കാളും പേടി കൂടും. എത്രയോ വർഷങ്ങളായി നാം ഉറങ്ങിയ വീട്ടിൽ ഇതുവരെ കള്ളൻ വരികയോ ശല്യപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അയൽപക്കത്തെവിടെയോ കള്ളൻ വന്ന കഥ നമ്മൾ കേൾക്കുമ്പോൾ അന്നു രാത്രി ഉറങ്ങുമ്പോൾ എന്നുമില്ലാത്തൊരു പേടി നമുക്കുണ്ടാകും. വാർത്തകളും വൃത്താന്തങ്ങളും വിവരങ്ങളും നമ്മളെ ഭയപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കാൻ വേറെ ഉദാഹരണങ്ങൾ ആവശ്യമില്ല. അപ്പോൾ എന്തെന്തെല്ലാം വാർത്തകളും എന്തെന്തെല്ലാം വിവരങ്ങളും എന്തെന്തെല്ലാം കാര്യങ്ങളുമാണ് നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതൊക്കെ നമ്മളെ ഭയപ്പെടുത്തുകയാണ്. ഒരു മരണ വീട്ടിൽ പങ്കെടുത്തു തിരിച്ചു വന്നാൽ പിന്നെ ഒരാഴ്ച മരണത്തെക്കുറിച്ചാണ് ചിന്ത. ഒരു രോഗിയെ സന്ദർശിച്ച് തിരിച്ചു വന്നാൽ പിന്നെ രോഗങ്ങളെക്കുറിച്ചാണ് ചിന്ത. ഒരു അപകട മരണത്തെക്കുറിച്ച് കേട്ടാൽ പിന്നെ അപകടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്.
ജീവിതത്തിൽ എവിടെയും ഇതുപോലെയുള്ള വാർത്തകളും വൃത്താന്തങ്ങളും ഭയം സൃഷ്ടിക്കുന്ന ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ ഭയം നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് വന്നാൽ അതാണ് മനോരോഗങ്ങളായി, മാനസിക രോഗങ്ങളായി പരിണമിക്കുന്നത്. ഇന്നു ഞാൻ കേട്ട ഒരു വാർത്ത പ്രകാരം ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും സന്തോഷങ്ങളും അനുഭവിക്കുവാൻ സാമ്പത്തിക സുഖങ്ങളുള്ളൊരു വീട്ടിലൊരു സ്ത്രീ ബ്ലേഡെടുത്ത്, കത്തിയെടുത്ത് ദേഹം മുഴുവനും മുറിച്ച് അവിടങ്ങളിൽ ധാരാളക്കണക്കിന് മുറിവുകൾ വീഴ്ത്തി മരിക്കാൻ ശ്രമിച്ചു, ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നുള്ളതാണ്. അവർ ഹോസ്പിറ്റലൈസ് ചെയ്ത് ഇന്ന് ആശുപത്രിയിലാണ്. ജീവിതത്തിൽ ചില ഭയങ്ങൾ മനസ്സിനെ നിയന്ത്രണത്തിൻ്റെ അപ്പുറത്തേക്കാകുമ്പോൾ പിന്നെ ആളുകൾ മരിക്കാൻ വിചാരിക്കും, ജീവിക്കേണ്ടാൻ തീരുമാനിക്കും. ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ ഒരു പ്രത്യേകമായ വിശ്വാസത്തിലും അതേപോലെ തന്നെ ദൈവിക ദർശനത്തിലും അള്ളാഹുവിലും അവൻ്റെ പ്രവാചകനിലും സ്വർഗത്തിലും നരകത്തിലുമൊക്കെ വിശ്വസിക്കുന്ന നമുക്ക്, നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാം നിയന്ത്രണം സാധ്യമാകുന്ന ചില കാഴ്ചപ്പാടുകളാണ് ദീന്, മതം നമുക്ക് തന്നിട്ടുള്ളത്. ഒരു പക്ഷേ എനിക്കും നിങ്ങൾക്കും ദീനിനെക്കുറിച്ചുള്ള അറിവ്, അത് നൽകുന്ന സമാധാനവും നൽകുന്ന ധൈര്യവും ആത്മവിശ്വാസവും ചെറുതല്ല. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ദീനിനോട് നമുക്കെല്ലാവർക്കും താല്പര്യമുള്ളതും ദീനി സദസ്സുകളിൽ വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നതും ഇടയ്ക്കിടയ്ക്കെല്ലാം സീഡികളും പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കുന്നതും. ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തൊക്കെയോ ഒരു സമാധാനം നമുക്ക് കിട്ടുന്നുണ്ട്. എന്താണെന്ന് പറയാൻ നമുക്ക് കഴിയില്ലെങ്കിലും എന്തൊന്നില്ലാത്ത ഒരാഹ്ലാദവും സന്തോഷവും എല്ലാം നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ആത്മധൈര്യം, നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ധൈര്യം എന്തിൻ്റെ മേലാണ് എന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അല്പം സാമ്പത്തികമായ സൗകര്യങ്ങൾ കയ്യിലുള്ളത് കൊണ്ട് പണം കൊണ്ട് എന്തും പരിഹരിക്കുമല്ലോ. രോഗത്തിന് പരിഹാരമാണ് പണം, പട്ടിണിക്ക് പരിഹാരമാണ് പണം, ശത്രുവിന് പരിഹാരമാണ് പണം. അതുകൊണ്ട് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ പേടില്ലാതെ ബേജാറില്ലാതെ ജീവിക്കാമെന്നതാണോ നമ്മുടെ ആത്മധൈര്യം? അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ ആരടാ അത് എന്ന് ചോദിക്കുവാൻ ധൈര്യമുള്ള ബന്ധുക്കളും അനുജന്മാരും ജ്യേഷ്ഠന്മാരും വാപ്പയും കുടുംബ ബന്ധു മിത്രാദികളും ഉണ്ടെന്നതാണോ എൻ്റെയും നിങ്ങളുടെയും ധൈര്യം? അതുമല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും രോഗമില്ലാത്ത ആരോഗ്യമുള്ളൊരു ശരീരമുണ്ടെന്നതാണോ ധൈര്യം? ഇത്തരം ശക്തികളും കഴിവുകളും എല്ലാം നമുക്കുണ്ടെങ്കിലും നമ്മുടെ എല്ലാം വിശ്വാസപ്രകാരം നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത് ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനല്ലാതെ യാതൊരു കഴിവുമില്ല, അള്ളാഹുവിനല്ലാതെ യാതൊരു ശക്തിയുമില്ല എന്നാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്. എന്താണ് സഹോദരങ്ങൾ അതിൻ്റെ അർത്ഥം? ഇന്ന് വരെ എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ അറിയാം. നാളത്തെ ഒരു പുതിയ പ്രഭാതം, നാളെ നേരം വെളുക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ എന്തു സംഭവിക്കണമെങ്കിലും അതിന് അള്ളാഹുവിൻ്റെ കഴിവും അള്ളാഹുവിൻ്റെ ശക്തിയും ഇടപെടാതെ ഈ ലോകത്തൊന്നും നടക്കയില്ല എന്നാണ്. സ്വർഗത്തിൻ്റെ താക്കോലാണ് ഈ വചനം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതും ഹദീസിലും ഖുർആനിലുമെല്ലാം ആവർത്തിച്ച് വന്നിട്ടുള്ളതുമായ ഒരു വചനമാണ്. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനല്ലാതെ കഴിവില്ല, അള്ളാഹുവിനല്ലാതെ ശക്തിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ എന്തു ചെയ്യണം? അള്ളാഹു പ്രതികൂലമാണോ? യാതൊരു രക്ഷയില്ല. അള്ളാഹു പ്രതികൂലമായതിനെ തരണം ചെയ്യാനും തടുക്കാനും ഞാൻ നിങ്ങളും എത്ര പൈസ ഉണ്ടാക്കിച്ചിട്ടും കാര്യമില്ല, എത്ര കുടുംബങ്ങളും ബന്ധുക്കളും എത്ര സഹോദരങ്ങളും ശക്തിസേനയും ഉണ്ടായിട്ടൊരു കാര്യമില്ല. നിസ്സഹായമായി അവൻ്റെ തീരുമാനത്തിൻ്റെ മുമ്പിൽ മലർന്നു കിടക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹു നമുക്ക് അനുകൂലമായി തീരുമാനിക്കണം, അള്ളാഹു നമുക്ക് പ്രതികൂലമായി തീരുമാനിക്കാതിരിക്കണം. അതിനുള്ള പരിഹാരം എന്താണ്? അതിന് വലിയ വിശദീകരണങ്ങളും വലിയ വ്യാഖ്യാനങ്ങളും വലിയ വയലൊന്നും ആവശ്യമില്ല സുഹൃത്തുക്കളെ. ഈ ഇരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും നിങ്ങളുടെ ഒപ്പം ഇരിക്കുന്നവർക്കറിയാം, അന്യോന്യം അറിയാം. പക്ഷെ നമുക്കെല്ലാവർക്കും നമ്മെക്കുറിച്ച് അറിയാമല്ലോ. ഏറ്റവും അധികം എന്നെക്കുറിച്ച് അറിയുന്നത് എനിക്കു തന്നെയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏറ്റവും അധികം നിങ്ങൾക്കറിയുന്നത് നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങളെക്കുറിച്ച് മറ്റാർക്കും അറിയാത്തത്ര. അപ്പോൾ നമ്മൾ സ്വന്തം ഇങ്ങനെ ആലോചിച്ചിട്ട് നോക്കുക, പടച്ചവൻ്റെ അടുക്കൽ
ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഞാൻ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനോ ഇഷ്ടപ്പെടാത്തവനോ? നമ്മൾ സ്വന്തം ചോദിച്ചാൽ മതി. ഒരല്പസമയം ഇരുന്ന് ഒറ്റയ്ക്ക് ചോദിക്കുക, ഞാനിപ്പോൾ ഈ പോണ പോക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ പടച്ചവൻ എന്നെ ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്ന്. സുഹൃത്തുക്കളെ, അതിൻ്റെ ഉത്തരം പടച്ചോൻ എന്നെ ഇഷ്ടപ്പെടും എന്ന് പറയാൻ രഹസ്യ പരസ്യ ജീവിതങ്ങളെയും നമ്മുടെ സാമ്പത്തിക സ്വഭാവ സാംസ്കാരിക സദാചാര ജീവിത കാര്യങ്ങളെ കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റുകയാണെന്ത്, എൻ്റെ കാര്യത്തിൽ എന്തായിരുന്നാലും പടച്ചോൻ എന്നെ കൈ ഒഴിക്കൂല. അള്ളാഹുവിനെ ഭയപ്പെട്ടും അള്ളാഹുവിന് കീഴ്പ്പെട്ടും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ചും കൊണ്ട് തന്നെയാണ് ഞാൻ പോകുന്നത് എന്ന് പറയാൻ പറ്റുമെങ്കിൽ പേടിക്കേണ്ട സുഹൃത്തുക്കളെ. നാളത്തെ ഒരു കാര്യം പേടിക്കേണ്ട. ദുനിയാവ് മാത്രമല്ല, മരണവും പേടിക്കേണ്ട, ഖബറും പേടിക്കേണ്ട, നാളെ പരലോകത്തെ ഒരു ഘട്ടവും പേടിക്കേണ്ട. കാരണം എന്താ അറിയോ? തെറ്റായ കാര്യങ്ങൾ അള്ളാഹുവിനെ പേടിച്ച് ഒഴിവാക്കുകയും അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ അവനെ സൂക്ഷിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ അള്ളാഹ് ഏറ്റെടുക്കുന്നതാണ്. അവൻ്റെ എല്ലാ കാര്യവും അള്ളാഹു ചെയ്യും എന്നാണ്. പക്ഷെ നമുക്ക് അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്താൻ നമുക്കെല്ലാവർക്കും പറ്റണം. ജീവിതത്തിൽ ഏറ്റവും അധികം ഈ കാര്യം ഉറപ്പുവരുത്തിയ ആളുകളാണ് സുഹൃത്തുക്കളെ പ്രവാചകന്മാർ. അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായും ജീവിതത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്ന് വാശി പിടിച്ച മുത്തക്കികളുടെ ഇമാമീങ്ങളാണ് അമ്പിയാക്കന്മാർ, പ്രവാചകന്മാർ. അവരുടെയൊക്കെ കഥകളും ചരിത്രങ്ങളും ഖുർആനെന്ന ഹദീസെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ എല്ലാ ശക്തികളും പ്രതികൂലമാകുമ്പോഴും അവർ വിജയിച്ചു എന്നുള്ളത് കൊണ്ട് എന്താ നമുക്ക് മനസ്സിലാക്കുന്നത്? അള്ളാഹു തഖ്വയുള്ള ആളുകളെ ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, അള്ളാഹു തഖ്വയുള്ളവരോടൊപ്പമാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, ആർക്കെങ്കിലും തഖ്വയുണ്ടോ അവൻ എന്ത് കുടുക്കത്തിപ്പെട്ടാലും അള്ളാഹ് ഒരു വഴി അവന് കാണിച്ചു കൊടുക്കും. മാത്രമല്ല ലാ തദ്രീ ലഅല്ലല്ലാഹു യുഹ്ദിസു ബഅദ ദാലിക അംറ, അള്ളാഹു അവൻ്റെ ജീവിതത്തിൽ പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ടാക്കി അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതൊക്കെ ഖുർആൻ ആവർത്തിച്ച് നമ്മോട് പറയുന്ന കാര്യമാണ്. നിങ്ങൾ ഒരൊറ്റ സംഭവം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും അധികം പ്രയാസം അനുഭവിച്ച ഘട്ടങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തായിഫിലേക്ക് ഹിജ്റ പോയ ഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ചെറിയൊരു രക്ഷ പ്രതീക്ഷിച്ച് പോയതാണ്. പക്ഷേ അവിടെ നിന്ന് പ്രതികൂലമായൊരവസ്ഥയാണ് നബിക്കുണ്ടായത്. അത് കഴിഞ്ഞ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച ഏറ്റവും വലിയ പ്രയാസമാണ് ഉഹദ്. എന്നാൽ ഉഹദ് യുദ്ധം നടന്ന് അതിൽ പരാജയത്തിൽ കലാശിച്ചതിനെ തുടർന്ന് ഉണ്ടായ ഒരു സംഭവം ഖുർആൻ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, എന്താണ് ആ സംഭവം? ഉഹദിൽ വലിയൊരു പരാജയം മുസ്ലിങ്ങൾക്ക് ഏറ്റു എന്ന് മനസ്സിലാക്കിയ ശത്രുക്കൾ തീരുമാനിച്ചു എന്നറിയും. ഇപ്പം ഏതായാലും മനസ്സും ശരീരവുമൊക്കെ ആകെ ക്ഷീണിച്ച് നിൽക്കുന്നൊരു സമയത്ത് ഒരു ചെറിയ അറ്റാക്കും കൂടെ കൊടുത്താൽ പിന്നെ മുസ്ലിങ്ങളെ കൊണ്ട് ശല്യം ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെയാണ് അബൂ സുഫിയാൻ പുതിയ ഒരു സംഘത്തെയും കൂടെ കൂട്ടി ഉഹദിന് ശേഷം വീണ്ടും മദീനത്തേക്ക് വരാൻ തീരുമാനമെടുത്തത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വിവരം കിട്ടി. കാല് മുറിഞ്ഞ ആൾക്കാരുണ്ട്, കൈ മുറിഞ്ഞ ആൾക്കാരുണ്ട്, ദേഹം മുഴുവനും മുറിവേറ്റ് കിടക്കുന്ന ആളുകളുണ്ട്, ബന്ധുക്കൾ മരിച്ചു പോയവരുണ്ട്. ഇങ്ങനെ ആകെക്കൂടെ മനമടുത്ത് നിൽക്കുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ വീണ്ടും ഒരു അക്രമത്തെക്കുറിച്ച് പറയണത്. അപ്പോൾ പൊതുവേ ഒരു തർക്കം വന്നു, നമ്മൾ അങ്ങോട്ട് പോകണോ അതോ വരുമ്പോൾ നോക്കിയാൽ മതിയോ? അങ്ങോട്ടാണ് പോകാൻ തീരുമാനിച്ചു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിൽ നിന്നൊരു കൂട്ടം ആൾക്കാരും അങ്ങനെ വരുന്നോലെ ഒന്ന് കാണാലോ വിചാരിച്ചാൽ പോയി. സുഹൃത്തുക്കളെ, കൈ മുറിഞ്ഞവരും മുറിവുള്ളവരും അതൊന്നും നോക്കാതെ പോയി. പക്ഷെ അവർ ആത്മധൈര്യത്തോടു കൂടെ പോയി ശത്രുവിനെ കാത്തിരിക്കുന്നു എന്ന വിവരം ശത്രുക്കൾക്ക് കിട്ടിയപ്പോൾ അവർ പിന്നെ അക്രമത്തിന് ഒരുങ്ങാതെ തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഒരു യുദ്ധത്തിനോ ഒരു പ്രതിരോധത്തിനോ ഒന്നും നിൽക്കാതെ അവർ മടങ്ങിപ്പോവുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഉഹദ് യുദ്ധം എല്ലാ ശക്തി ഉണ്ടായിട്ടും പരാജയപ്പെട്ടു. ഉഹദ് യുദ്ധം എല്ലാ സേനയും ശക്തിയും ഉണ്ടായിട്ടും പരാജയപ്പെട്ടു. എന്നാൽ ഉഹദിൽ നിന്ന് മുറിവ് പറ്റി അംഗവൈകല്യം വന്ന ആളുകളെ കൂട്ടി രണ്ടാമത് പോയ അറ്റാക്കിൽ ഒരു വിരല് പോലും അനക്കാതെ, ഒരു കുതിര പോലും കുളമ്പുകൾ മുന്നോട്ട് വെക്കാതെ വിജയിക്കാണ്ടായ കാരണം എന്താണ്? പടച്ച തമ്പുരാൻ ഒരു കാര്യം തീരുമാനിച്ചാൽ സുഹൃത്തുക്കളെ വേറൊന്നും വേണ്ട. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലുമെല്ലാം നല്ലൊരു സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്നതിനെക്കുറിച്ച് സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം. ഇതിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ വലിയ പരാജയങ്ങളും വലിയ പരീക്ഷണങ്ങളും
ജീവിതത്തിൽ നമുക്ക് വന്നു ചേരും എന്നത് ഉറപ്പാണ്. ഞാൻ ഇങ്ങനെ തുടങ്ങാനുള്ള കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ നമ്മളുടെ സ്വർഗത്തെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളും ജീവിതത്തിൽ വിശുദ്ധരാവുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിലും വീട്ടിലുമുള്ള ആളുകൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് രഹസ്യങ്ങളും പരസ്യങ്ങളും സ്വകാര്യതകളും സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. ഞാനിത് പറയുമ്പോൾ എന്താ പറയുക, ഇത് പുതിയൊരു നാടും പുതിയൊരു സാഹചര്യം എങ്ങനെയാ വെച്ചാൽ, സുഹൃത്തുക്കളെ, പണ്ടത്തെ കാലത്തൊക്കെ ഒരാൾക്ക് തെറ്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയെങ്കിലും ആൾക്കാരറിയും. ഇപ്പോൾ ഒരാൾ സിനിമ കാണുകയാണെങ്കിൽ സിനിമക്ക് പോകണവനാണെന്ന് നാട്ടിലുള്ളവരാണ്. കള്ളുകുടിയനാണെങ്കിൽ കള്ളുകുടിയനാണെന്നറിയും. വല്ല സ്ത്രീകളുമായി വല്ല അവിഹിത ബന്ധമുള്ള ആളാണെങ്കിൽ അതറിയും. ഞാൻ വെറുതെ പറയുന്നില്ല, എൻ്റെയൊക്കെ തന്നെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ എൻ്റെ നാട്ടിൽ ഞാനൊരു സ്കൂൾ പഠിക്കുന്ന കാലഘട്ടം വെറുതെ ഓർത്തെടുക്കാൻ ശ്രമിച്ചാൽ അന്നത്തെ മദ്യപാനി എന്ന് പറയുമ്പോൾ ചില ആളുകളുടെ പേരുകൾ എൻ്റെ ആ മനസ്സിൽ അന്നത്തെ ഓർമ്മയിൽ വരുന്നുണ്ട്. സ്ത്രീകളുമായി അവിഹിത ബന്ധമുള്ള ആളുകളുടെ പേരുകൾ, നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുള്ള പേരുകൾ ഇന്നും മനസ്സിൽ മിന്നിമറയും. എന്നാൽ നോക്കൂ നിങ്ങൾ, അതിനേക്കാളും മോശമായ സദാചാര വിരുദ്ധ ജീവിതം ഇന്ന് നയിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതാരും അറിയില്ല. അതാണ് പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, ഈ മൊബൈലൊക്കെ ഉപയോഗിച്ചിട്ട് അശ്ലീലങ്ങളും അശ്ലീലമായ കാര്യങ്ങളും കാണുന്ന ആളുകളുടെ എണ്ണം മുമ്പത്തേതിൻ്റെ എത്രയോ അധികമാണ്. ഞാൻ പറഞ്ഞൊരു വൃത്തികെട്ട സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കണ്ടാലേ അന്നൊരു അശ്ലീലം കാണാൻ പറ്റുള്ളൂ. ഇന്നല്ല. ഇന്ന് സുഹൃത്തുക്കളെ, നമ്മൾ ഈ SLC-ക്കാർക്കും +2-ക്കാർക്കും ഒക്കെ ഉള്ള ക്യാമ്പുകളിൽ നിന്നും എഴുതി കിട്ടുന്ന ചോദ്യങ്ങളിൽ നമ്മുടെ കുട്ടികളിൽ വലിയ ഒരു ശതമാനം മക്കൾ ഈ അശ്ലീലങ്ങളും തോന്നിവാസങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഞാൻ പറയുന്നത് തഖ്വ, സൂക്ഷ്മത എന്നൊക്കെ പറയുമ്പോൾ അതിന് പുതിയ തലങ്ങളുണ്ട്. ഇനി അതൊക്കെ പോകട്ടെ, വീട്ടിൽ കഴിഞ്ഞുകൂടുന്ന വിവാഹിതർ ആയ ആളുകൾ, ഞാൻ തെറ്റിദ്ധരിക്കാൻ വേണ്ടി പറയല്ല, എന്താ വെച്ചാൽ ഇന്ന് നമ്മുടെ ഈ വാട്സപ്പ്, ഫേസ്ബുക്ക് പോലെയുള്ള സംവിധാനങ്ങളിലൂടെ വിരൽ തുമ്പിലൂടെ വ്യഭിചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന എത്രയോ ആളുകൾ, അതൊക്കെ പിന്നീടൊരു പ്രശ്നമായി പിടിക്കപ്പെടുമ്പോൾ അതിൻ്റെ കഥകൾ നമ്മൾ അറിയുന്നു എന്നല്ലാതെ വളരെ വിശുദ്ധരായി നല്ല ജീവിതം നയിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്ന പല ആളുകളിലും യഥാർത്ഥത്തിൽ അങ്ങനത്തെ അവിഹിത ബന്ധങ്ങൾ പാലിക്കുന്ന ആളുകളുണ്ട്. നോക്കൂ നിങ്ങൾ, അത് മാത്രമല്ല, സാമ്പത്തിക രംഗത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും എനിക്ക് തോന്നുന്നത് മുമ്പത്തെ ആളുകളുടെക്കാളും സൂക്ഷ്മതക്കുറവ് ഇന്ന് ആളുകളിലുണ്ട്. പ്രത്യേകിച്ച് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾ, കച്ചവടങ്ങൾ നടത്തുന്ന ആളുകൾ, ഷെയർ ബിസിനസ്സുകൾ നടത്തുന്ന ആളുകൾ ഒക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ പല അർത്ഥത്തിലും ഏറ്റവും മിനിമം ഞാൻ പറയാം, ഏറ്റവും ചുരുങ്ങിയതാണ് ഞാൻ പറയുന്നത്. അതായത് ഈ കഴിഞ്ഞൊരു ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ബിസിനസ്സിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നു, അപ്പോൾ ഒരു മാസത്തിലൊരു 5000 രൂപ ലാഭം തരാമെന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമുണ്ടോ? അപ്പോൾ എല്ലാ മാസവും കൃത്യമായി 5000 രൂപ ലാഭം തരും. അങ്ങനെ എത്ര ആളുകളെയാണ് അയാൾ ചേർത്തിട്ടുള്ളത്? ആ ചേർത്ത ആളുകളിൽ ഒരാൾ മാത്രമാണ് ഫോൺ ചെയ്ത് ചോദിക്കുന്നത്. ഈ 5000 രൂപ എന്താണ് സുഹൃത്തുക്കളെ? ലോൺ എടുക്കുന്നതിന് പകരം അയാൾ പലിശക്ക് വാങ്ങുന്നതിന് പകരം ആളുകളിൽ നിന്ന് പണം വാങ്ങുക, അവർക്ക് എന്ത് ചെയ്യുക, അവിടെ തോതനുസരിച്ച് 5000, 8000, 10000 കൊടുക്കുക. അങ്ങനെ പച്ച പലിശ ഉപയോഗിച്ചിട്ട് നിസ്കാരമൊക്കെ ഉള്ള ആളുകൾ ബിസിനസ് നടത്തുന്നതിന് ദാരുണ രംഗം. പലിശനേക്കാളും മാരകമായൊരു തെറ്റ് ഏതാണ് സുഹൃത്തുക്കളെ? അള്ളാഹുവും റസൂലും യുദ്ധം പ്രഖ്യാപിച്ചു എന്ന തെറ്റാണ്. അപ്പോൾ എന്താ പറയുക, അന്തിമമായൊരു വിശകലനം നടത്തുകയാണെങ്കിൽ ഈ പലിശയുമായി ബന്ധപ്പെടാത്ത, അവിഹിത ബന്ധങ്ങളിൽ കുടുങ്ങാത്ത, അശ്ലീലങ്ങൾ കാണാത്ത, അതേപോലെ തന്നെ ഇത്തരം തിന്മകളുമായി പങ്കുചേരാത്ത, കൂട്ടുചേരാത്ത, നാവിനെ സൂക്ഷിക്കാത്ത, മനസ്സുകളിൽ തിന്മകളെക്കുറിച്ച് ചിന്തിച്ചാലോചിച്ച് നടക്കുന്ന ഒരു പുതിയ തലമുറ ഈ സമൂഹത്തിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കൾ, ഇതിൻ്റെ നഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇഹലോക ജീവിതത്തിലെ എല്ലാ സുഖ സന്തോഷങ്ങളും നഷ്ടപ്പെട്ടു പോകും. ഇപ്പോൾ നോക്കുന്നു നിങ്ങൾ, കുടുംബപരമായ ട്രാജഡികൾ, ദുരന്തങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങളുമായി വരുന്ന ആളുകളോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അന്തിമമായ വിശകലനത്തിൽ ദീനുമായുള്ള അവിടെ ബന്ധം വളരെ കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദീനുമായുള്ള ബന്ധം വളരെ കുറവാണ്. വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ നമ്മൾ പരിശോധിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു തിരിച്ചുവരവില്ലാതെ നമ്മൾ ആരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലും നടക്കില്ല സുഹൃത്തുക്കളെ. അള്ളാഹുവിൻ്റെ ഒരു കാവല് കിട്ടണമെങ്കിൽ അവർ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങണ്ടേ. നോക്കൂ നിങ്ങൾ, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ നസല ബലാഉൻ ഇല്ലാ ബിദംബിൻ.
ഒരു തെറ്റുകൊണ്ടല്ലാതെ ഒരു പരീക്ഷണവും ഒരാൾക്ക് വരൂല. ഒരു തെറ്റുകൊണ്ടല്ലാതെ ഒരു പരീക്ഷണം ഒരാൾക്ക് വരൂല. തൗബ കൊണ്ടല്ലാതെ ആ ദുരന്തം നീക്കുക സാധ്യമല്ല. കുടുംബസഹായ ഫണ്ടുകളെ കൊണ്ടോ നാട്ടിൽ നിന്നൊരു 10 സെന്റ് സ്ഥലം വിറ്റൊരു 10 ലക്ഷം കയ്യിൽ വന്നതുകൊണ്ടോ തീർക്കാനാവില്ല സുഹൃത്തുക്കളെ. നമ്മൾ അനുഭവിക്കുന്ന ദുരന്തങ്ങളെ, പ്രയാസങ്ങളെ തീർക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞത് തീർക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഇസ്തിഗ്ഫാർ കൊണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, എന്ത് തെറ്റാണോ നമ്മുടെ ജീവിതത്തിൽ ഇത്തരമൊരവസ്ഥ, പ്രതികൂലാവസ്ഥ വരാൻ കാരണം, ആ തെറ്റിന്ന് തൗബ ചെയ്യൽ തന്നെയാണ് പ്രധാനം. നോക്കൂ, നിങ്ങൾ യൂനുസ് നബി അലൈഹി സ്വലാം കടലിൽ വീണിട്ട് രക്ഷപ്പെടുത്താനല്ലല്ലോ പടച്ചവനോട് പറഞ്ഞത്. വനാദാ ഫിന്നുലുമാത് അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക് ഇന്നി കുന്തു മിനൽ ളാലിമീൻ. വനാദാ ഫിന്നുലുമാത്, ഇരുട്ടുകളിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാം വിളിച്ചു. എന്താണ്? അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക്, അള്ളാഹു നീയല്ലാതെ ആരാധ്യനില്ല എന്ന തൗഹീദിൻ്റെ കലിമയും അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്ത് തവസ്സുലാക്കിയിട്ട് അദ്ദേഹം പറഞ്ഞ അടുത്ത വാക്കെന്താ അറിയോ? ഇന്നി കുന്തു മിനൽ ളാലിമീൻ, റബ്ബേ ഞാൻ അക്രമികളിൽ പെട്ടവനായി പോന്നു. എൻ്റെ അടുത്ത് എന്തോ ചില അപാകതകൾ സംഭവിച്ചു പോയിട്ടുണ്ട്, എങ്കിൽ നാഥ എനിക്ക് പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി പറയേണ്ട താമസം. എത്രത്തോളം ആ ദുരന്തം എത്തിയിട്ടുണ്ടോ ആ ദുരന്തത്തിൻ്റെ അവസാനത്തെ ഘട്ടമാണ് എന്തറിയോ? മത്സ്യം വിഴുങ്ങുക എന്നുള്ളത്. ആ വയറ് രക്ഷയുടെ വയറായി പരിണമിച്ചു. മത്സ്യം വിഴുങ്ങിയത് എന്തിനാ സുഹൃത്തുക്കളെ? ഭക്ഷണമായിട്ട് ദ്രവിച്ചു പോകാനല്ലേ. ഒരാൾ കടലിൽ വീണ് മത്സ്യം വിഴുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷ. മത്സ്യം വിഴുങ്ങുക എന്ന ദുരന്തത്തിലാണ് യൂനുസ് നബി അവസരം. ആ ദുരന്തം ആ വയറ്റിൽ നിന്ന് തന്നെ നേരിട്ട് കരക്കണ്ടെത്തിച്ച് രക്ഷപ്പെടുക ചെയ്ത്. അള്ളാഹ് ചോദിച്ചപ്പോൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് രക്ഷയാണ്. ആ മത്സ്യത്തിൻ്റെ വയറ് പിന്നെ രക്ഷയായി മാറി കരയിലേക്ക് വന്നു, വാ തുറന്നു, മത്സ്യത്തിൻ്റെ വായിൽ നിന്ന് പുറത്തു വന്നു എന്നാണ്. പടച്ചോൻ ഏത് ബലായിൽ നിന്നും അതിൻ്റെ ഏറ്റവും മധ്യത്തിലും ദുരന്തത്തിലും എത്തിയാലും നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നമുക്ക് ആത്മാർത്ഥമായി മടങ്ങാൻ തയ്യാറാണെങ്കിൽ പരിഹരിക്കുമെന്നു തന്നെയാണ് സുഹൃത്തുക്കളെ. പക്ഷെ ഞാൻ പറയാം, ജീവിതത്തിൽ എന്ത് ദുരന്തം വന്നാലും ഇതിൽ എൻ്റെ ഒരു പങ്കിനെക്കുറിച്ചും എൻ്റെ ഒരു ജീവിത മാറ്റത്തെക്കുറിച്ചും മിക്കവാറും ആളുകൾ ചിന്തിക്കുന്നില്ല എന്നതാണ് വസ്തുത. സുഹൃത്തുക്കളെ, ആ മടക്കം നമ്മളെല്ലാവരും മടങ്ങാനും നമ്മുടെ സ്വന്തം ജീവിതത്തിലുള്ള അത്തരം തകരാറുകളെ മാറ്റിയെടുക്കാനും നമ്മളെല്ലാവരും പരിശ്രമിക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. ഇതിൽ നമ്മൾ മാറുന്നത് പോലെ തന്നെ നമ്മുടെ ഭാര്യ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾ എല്ലാവരും ഒന്നിച്ചൊരു മാറ്റത്തിന് വിധേയമാകുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിന് ഈ അനുഗ്രഹങ്ങളും അതേപോലെ തന്നെ ഈ മഹത്വങ്ങളൊക്കെ ഉണ്ടാകുക. പക്ഷെ നമ്മളൊക്കെ ചിന്തിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ റമദാനൊക്കെ വരാൻ പോവുകയാണ്. പലപ്പോഴും കഴിഞ്ഞ റമദാനുകളിലൊക്കെ മാറ്റത്തെക്കുറിച്ചും തെറ്റുകളെന്ന മടക്കത്തെക്കുറിച്ചൊക്കെ നമ്മൾ ആഗ്രഹിച്ചതാണ്. സുഹൃത്തുക്കൾ നോക്കൂ, നിങ്ങൾ ഏറ്റവും അധികം അല്പം ഈമാനുള്ളവൻ എന്തിനാ പ്രാർത്ഥിക്കാരങ്ങൾ? ചെയ്ത് ജീവിതത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന തെറ്റുകളൊന്ന് നിർത്തിക്കിട്ടാൻ, അതിനാ പ്രാർത്ഥിക്കുക. അല്പം ഈമാൻ മനസ്സിലുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്തിനാ പ്രാർത്ഥിക്കുക? പഠിച്ചോനെ ചില തെറ്റൊക്കെ ഇത് വന്നുപോകും, അത് ഇനി സംഭവിക്കരുത്, അതിനെന്താ വേണ്ടുവെച്ചാൽ നീ എനിക്ക് ചെയ്തു തരണം എന്നാണ്. അതാണ് ഉംറക്ക് പോകുമ്പോഴും ഹജ്ജിന് പോകുമ്പോഴും രാത്രി എഴുന്നേറ്റിട്ട് ജൗഫുൽ ലൈലിൽ അള്ളാഹു ഒന്നാം ആകാശത്ത് വരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണം. പക്ഷെ നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്താണ് ഈ തെറ്റുകളും ഈ തകരാറുകളൊക്കെ പലരുടെയും ജീവിതത്തിൽ നിലനിന്നു പോകുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ സാഹചര്യങ്ങളെ നമ്മൾ മാറ്റണം. സാഹചര്യങ്ങളെ നമ്മൾ മാറ്റണം, അല്ലാതെ ഒന്നും നമുക്ക് മാറൂല. സാഹചര്യങ്ങളെ മാറ്റാതെ ഒരു തെറ്റിൽ നിന്നും മനുഷ്യന് മാറാൻ പറ്റൂല എന്നാണ്. ഞാനും ഇന്നും ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഒരാൾ 20 വർഷം മുമ്പ് മദ്യപാനം നിർത്തിയ ആളെ, 20 കൊല്ലം മുമ്പ് അയാൾ മദ്യപാനം നിർത്തി, പിന്നെ കുടിക്കൂലെന്ന് തീരുമാനിച്ചു. 20 കൊല്ലം ഒരു തുള്ളി ലഹരിയും തൊടാതെ അയാൾ ജീവിച്ചു. അങ്ങനെ അയാൾ ഒരു യാത്രാവേളയിൽ എന്ത് ചെയ്തു വെച്ചാൽ, അവിചാരിതമായി ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി, ഡ്രൈവിങ്ങിനൊരു ചെറിയൊരു ബ്രേക്ക് കിട്ടാൻ വേണ്ടി അയാളൊരു സ്ഥലത്ത് റോഡ് സൈഡിൽ വണ്ടി നിർത്തി ഡോർ തുറന്ന് പുറത്തിറങ്ങിയപ്പോൾ അയാൾ പഴയ കാലത്ത്, അയാളുടെ ജാഹിലിയ കാലത്ത് മദ്യപിച്ചിരുന്ന ബാർ ഹോട്ടലിൻ്റെ മുന്നിലാണ് അയാളുടെ വണ്ടി നിൽക്കുന്നത്. കുറഞ്ഞ സമയങ്ങളെ ആവശ്യം വന്നുള്ളൂ. അയാൾ ആ ബാറിലേക്ക് കയറി. എന്നിട്ടാണ് അയാൾ പിന്നീട് ഡി അഡിക്ഷൻ സെൻറ്ററിൽ വരുന്നത്. 20 കൊല്ലം പിടിച്ചു നിർത്തിയ ഒരു തിന്മ അദ്ദേഹം മുമ്പ് കള്ള് കുടിച്ച, ലഹരി ഉപയോഗിച്ച ബാർ ഹോട്ടലിൻ്റെ മുന്നിൽ വന്നപ്പോൾ അയാൾക്ക് വീണ്ടും ആ തെറ്റിലേക്ക് മടങ്ങിപ്പോകാൻ ആ സാഹചര്യം കാരണമായി എങ്കിൽ
സുഹൃത്തുക്കളെ, സാഹചര്യങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യം ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. നോക്കൂ, നിങ്ങളൊരു സ്ത്രീൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വർഗത്തിൻ്റെ വാസനല്ല എന്ന് പറയാൻ കാരണം എന്താണ്? ഒരു സ്ത്രീ ഹിജാബ് ശരിക്ക് സ്വീകരിച്ചില്ലെങ്കിൽ അവൾക്ക് മാത്രമല്ല പ്രശ്നം. അവൾ നടന്നു പോകുന്നിടത്ത് 100 പുരുഷന്മാരുടെ കണ്ണ് അവൾ പതിയുന്നുവെങ്കിൽ 100 മനസ്സിൽ തിന്മ കോരിയിട്ടാണ് അവൾ നടന്നു പോകുന്നത്. അതുകൊണ്ട് ലാ യജ്ദിന റിഹ എന്നാണ് സാഹചര്യത്തോടുള്ള ഇസ്ലാമിൻ്റെ ശക്തമായ വിലക്കാണത്. ഒരു ഘട്ടത്തിലും ഒരാണും പെണ്ണും ഒറ്റക്കാണെന്ന് പറയാൻ കാരണം എന്താ? നമ്മളെ എത്ര സൂക്ഷ്മതയുള്ള മുത്തക്കി പള്ളിക്കത്തെ ഇമാമായിട്ടും കാര്യമില്ല സുഹൃത്തുക്കളെ. ആരും ഇല്ലെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്ത് ഒരാണും പെണ്ണും ഒറ്റക്ക് വന്നാൽ ലാ യഖ്ലു അന്ന റജുലുൻ ബിഇംറ, അവിടെ എന്തെങ്കിലും സംഭവിക്കും. അപ്പോൾ സംഭവിച്ചു പോകുമ്പോൾ അയാളുടെ ഈമാനെക്കുറിച്ചും തഖ്വയെക്കുറിച്ചും നമ്മൾ ചോദ്യം ചെയ്തിട്ടോ ചിന്തിച്ചിട്ടോ അത്ഭുതപ്പെട്ടൊരു കാര്യമില്ല. സാഹചര്യം അയാളെ അങ്ങോട്ടേക്ക് എത്തിക്കുമെന്ന കാര്യം ഉറപ്പാണ്. എല്ലാ കാര്യത്തിലും തെറ്റായ കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള അവസ്ഥകളെ നമ്മൾ ഇല്ലാതാക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മൾ നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ ഏറ്റവും ഒന്നാമത് ചെയ്യേണ്ട നടപടി സുഹൃത്തുക്കളെ, തിന്മയിലേക്ക് പോകാവുന്ന സാഹചര്യങ്ങളെ ഇല്ലാതാക്കലും നന്മയിലേക്ക് വരാവുന്ന സാഹചര്യങ്ങളെ ഉണ്ടാക്കലുമാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പള്ളി ഉദ്ഘാടനത്തിന് വേണ്ടി പോകുമ്പോൾ ഞാനൊക്കെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, പുതിയ പള്ളി കാണുമ്പോൾ ഞാൻ ആലോചിക്കും, പടച്ചോനെ ഈ പള്ളി വരുന്നത് വരെ ഇവിടെയുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ 2-3 കിലോമീറ്റർ 4 കിലോമീറ്റർ അപ്പുറത്താണ് അവർക്ക് ജമാഅത്തിന് പോകാനുള്ള പള്ളി. അപ്പോൾ അവർ ജമാഅത്തിന് പോയിന്നില്ല. സുഹൃത്തുക്കൾ, ജമാഅത്തിന് പോകാൻ ഒരു സ്ഥലം ഇല്ലെങ്കിൽ ആ വീട്ടിൽ ഉണ്ടാകുന്ന വളരുന്ന കുട്ടികളുടെയും മറ്റുള്ളവരുടെയൊക്കെ മാനസികാവസ്ഥ എന്താണ്? ബാങ്കിന് കേൾക്കുമ്പോഴേക്കിന് വാപ്പപ്പ പള്ളിയിൽ പോണില്ലേ, ബാങ്ക് കൊടുത്തു എന്ന് ചോദിക്കുന്ന ഒരവസ്ഥ ഏറ്റവും ചെറിയ 4 വയസ്സായ കുട്ടിയിൽ പോലും സൃഷ്ടിക്കാൻ പള്ളിയിൽ പോകുന്നൊരു പിതാവിന് പറ്റും. നമ്മളിങ്ങനെ ബാങ്ക് കൊടുക്കുമ്പോഴേക്കിന് കുപ്പായിട്ട് ഇറങ്ങുമ്പോൾ 4 വയസ്സായ കുട്ടി നിസ്കരിക്കാൻ തുടങ്ങിയിട്ടില്ല, ആ കുട്ടിയൊക്കെ ഇപ്പോൾ ബാങ്ക് കൊടുത്ത് പള്ളിയിൽ പോണില്ലേ കുട്ടി ചോദിക്കും. സാഹചര്യം സുഹൃത്തുക്കളെ, നല്ലത് വരാനും ചീത്ത തടയാനും എല്ലാറ്റിനുമുള്ള പരിഹാരം നല്ല സാഹചര്യങ്ങളെയും നല്ല ചുറ്റുപാടുകളെയും നമ്മുടെ ഭാഗത്തുണ്ടാക്കിയെങ്കിലേ നമുക്ക് തിന്മകളിൽ നിന്ന് രക്ഷപ്പെടാനും നന്മകളുടെ മുന്നോട്ട് പോകാനും പറ്റുള്ളൂ. അതിനുള്ളൊരു പരിശ്രമം നമ്മൾ നടത്തുമ്പോൾ അതിനേറ്റവും പറ്റിയൊരു സാഹചര്യമാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. ഏറ്റവും പറ്റിയൊരു സമയം. നമ്മളാരും അള്ളാഹുവിൻ്റെ തൗഫീക്ക് നമുക്കുണ്ടെങ്കിൽ ഈ ഒരു 2 ആഴ്ച കൊണ്ട് റമദാനിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ഈ നിർബന്ധമായ പുണ്യം നിറഞ്ഞ 1000 മാസങ്ങളുടെ ശ്രേഷ്ഠതയുള്ള രാവുള്ള എല്ലാ പാപങ്ങൾക്കും പരിഹാരമാകുന്ന തഖ്വയോടുകൂടെ പുതിയൊരു ജന്മം ജനിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുന്ന ഈ റമദാൻ എന്നൊരു പുതിയ സാഹചര്യം നമ്മളെ മാറ്റാൻ വേണ്ടി വരുമ്പോഴെങ്കിലും നമ്മളൊരല്പം പ്ലാൻ ചെയ്ത് ഒരു നല്ല ജീവിതത്തിന് വേണ്ടി നമ്മളെല്ലാവരും ആഗ്രഹിക്കണം. അങ്ങനത്തെ ഒരു സന്ദർഭത്തിലാണ് സത്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിട്ടുവീഴ്ചയില്ലാത്തൊരു മാറ്റം എന്തുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കണം? ഒന്നാമത് ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സുഹൃത്തുക്കളെ, യാതൊരു സംശയവും എനിക്കും നിങ്ങൾക്കും വേണ്ട, നമ്മളൊക്കെ ഇന്ന് ഈ ചൂടും തണുപ്പും മാറി അനുഭവിക്കുന്ന പോലെ സുഖദുഃഖങ്ങളും അനുകൂലങ്ങളും പ്രതികൂലതകളൊക്കെ ചിന്തിക്കുന്ന പോലെ ഇൻഷാ അല്ലാഹ് മരണത്തോടുകൂടെ പുതിയ നമ്മുടെ ഭാവനകൾക്കും ചിന്തകൾക്കും അപ്പുറത്തുള്ള പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുക തന്നെയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടോ? നിങ്ങളോലെ പറ്റി ആലോചിക്കലുണ്ടോ? ആലോചിക്കുമ്പോൾ എന്താ സുഹൃത്തുക്കളെ മനസ്സിക്ക് വരിക? ഖബറുകൾക്കുള്ളിൽ ദ്രവിച്ച് കിടക്കുന്ന അവരുടെ ശരീരം, ആ ബോഡിയാണോ നമ്മളെ മനസ്സിക്ക് വരുന്നത്? 2 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ വാപ്പയെക്കുറിച്ചോ മക്കളെക്കുറിച്ചോ ജ്യേഷ്ഠനെക്കുറിച്ചോ അനുജനെക്കുറിച്ചോ ചിന്തിക്കുമ്പോൾ ആ ഖബറിനുള്ളിൽ ആ പാക്ക് കല്ലുകൾക്ക് താഴെ ദ്രവിച്ച് കിടക്കുന്നൊരു ബോഡിയാണോ മനസ്സിക്ക് വരുന്നത്? അതോ സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് അനുകൂലമോ പ്രതികൂലമോ ആയ ഖബറിലെ ശിക്ഷയോ രക്ഷയോ സന്തോഷമോ ദുഃഖമോ ഏതായിരിക്കും എൻ്റെ വാപ്പ അനുഭവിക്കുന്നുണ്ടായിരിക്കുക എന്നതാണോ നമ്മുടെ ചിന്തയിലേക്ക് വരുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ആ ഭൗതിക ശരീരം നമ്മൾ മറന്നു കഴിഞ്ഞു. ആ ഭൗതിക ശരീരത്തെ നമ്മൾ മറന്നു. ആ മുഖത്തിൻ്റെ മുഖച്ഛായയെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നതിലപ്പുറം ആ ഖബറിനുള്ളിൽ രക്ഷയാണോ ശിക്ഷയാണോ, സമാധാനമാണോ സന്തോഷമാണോ, ഇരുട്ടാണോ വെളിച്ചമാണോ എന്നു തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്താ അതിന് കാരണം? നമുക്കത് അത്രയും ഉറപ്പാണ്. മരിച്ചു കഴിഞ്ഞാൽ
അങ്ങനത്തെ ഒരവസ്ഥ ഉണ്ടെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഖബറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിക്ക് വരിക എന്തല്ല, ആ ശരീരമോ ആ മുഖമോ ആ എല്ലോ ഇറച്ചിയൊന്നല്ല വരിക, എന്ത് അവസ്ഥ അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് ചിന്തിക്കുക. സുഹൃത്തുക്കൾ, അത് കഴിഞ്ഞ് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ അടുത്ത ഒരു ഘട്ടത്തിൽ ഖബറിൽ നിന്നും എഴുന്നേറ്റ് വരുന്ന, വസ്ത്രമില്ലാതെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിനം എന്തായിരുന്നാലും യാഥാർത്ഥ്യമായി ഭവിക്കുമെന്ന് ഖുർആൻ ഉറപ്പിച്ച് പറയുന്നു. ഖുൽ ബലാ റബ്ബി ലതുബഅസുന്ന സുമ്മ ലതുനബ്ബഉന്ന ബിമാ അമിൽതും. പില്ലാതെ നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളെ ഖബറുകളിൽ നിന്ന് കൊണ്ടുവരും. നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചൊല്ലി പറഞ്ഞു തരും. ആ മഹ്ശറ സത്യമാണ് സുഹൃത്തുക്കളെ, ഒരു സംശയവും വേണ്ട. നിങ്ങളൊക്കെ ഖുർആൻ്റെ ഏകദേശം ആശയം മനസ്സിലാകുന്ന ആൾക്കാരാണ്. ഖുർആൻ എന്നും നിങ്ങൾ പാരായണം ചെയ്യാറുണ്ട് എങ്കിൽ നരക സ്വർഗങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഒരായത്ത് പാരായണം ചെയ്യാതെ ഒരു പേജ് പോലും ഖുർആനിൽ നമുക്ക് മറിച്ചു പോവുക സാധ്യമല്ല. അത്രയും അധികം വിശുദ്ധ ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് സ്വർഗവും നരകവും നാളെ പരലോകത്തിൻ്റെ അനുഭവങ്ങളും. അപ്പോൾ സുഹൃത്തുക്കളെ, അങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് നമ്മളെല്ലാവരും നടന്നു പോകേണ്ടവരാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മളെ ആശങ്കപ്പെടുത്തുന്ന രണ്ട് ചിന്തകളുണ്ട്. ഒന്ന്, ഞാൻ എവിടെയാണ് എത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണ്. അതിലുപരി നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മളെല്ലാവരും അനുഭവിക്കുന്നതും ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും ഒക്കെ നമ്മുടെ ബന്ധുക്കളെക്കുറിച്ചാണ്. അതിലൊരു സംശയവും വേണ്ട. ഞാൻ എൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും എൻ്റെ രോഗത്തെക്കുറിച്ചും എൻ്റെ ഭാവിയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുന്നതിലേറെ ഞാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഭാര്യയുടെ, മക്കളുടെ ഒക്കെ ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മുടെ തടിയാണെങ്കിലും നമ്മുടെ ബന്ധുക്കളാണെങ്കിലും ഒന്നും നരകത്തിൽ വന്നു പോകരുതേ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ആഗ്രഹം നമുക്ക് നിറവേറി കിട്ടണമെങ്കിൽ അത് വെറും ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതിനു വേണ്ടി ചില പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നതാണ് സുഹൃത്തുക്കളെ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളതും നമ്മൾ അറിയാനുള്ളതുമായ കാര്യങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ്. ഞാൻ ഇത് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം, നമ്മൾ പൊതുവെ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ഒരു അറബ് നാടല്ല, അറബ് രാജ്യമല്ല, ഒരു ഇസ്ലാമിക രാജ്യമല്ല. നമ്മളൊക്കെ സുഹൃത്തുക്കളെ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച പണ്ഡിതന്മാരിൽ നിന്ന് കേട്ട സീഡികളിൽ നിന്ന്, പ്രഭാഷണങ്ങളിൽ നിന്നൊക്കെ അവിടങ്ങളിൽ നിന്നായി കേട്ട ചില ധാരണകൾ മാത്രമാണ് നമുക്കെല്ലാവർക്കും ദീനിനെക്കുറിച്ചുള്ളത്. പൂർണ്ണമായ വിവരം പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ചും ഇല്ലാത്തവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചില അപകടങ്ങളും അതിൻ്റെ ചില അപാകതകളും ചില പ്രശ്നങ്ങളും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെയും നമ്മുടെ മക്കളുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും വിശ്വാസ കാര്യങ്ങളെ ശരിയാക്കി എടുക്കുവാനുള്ള ബോധപൂർവമായ പഠനങ്ങളും അതേപോലെ തന്നെ അറിവുകളും സഹോദരങ്ങളുടെ സുഹൃത്തുക്കളെ നമുക്കുണ്ടാവേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വെക്കേഷൻ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു കുട്ടി, അവൻ്റെ മാതാപിതാക്കളൊന്നും ശരിക്കുള്ള മുജാഹിദുകളോ സലഫികളോ ഒന്നുമല്ല. പക്ഷെ ആ കുട്ടി അവൻ്റെ കുടുംബത്തിൽപ്പെട്ട മറ്റു കുട്ടികളുടെ കൂടെ പങ്കെടുത്തതാണ്. പക്ഷേ ഒരു 10 15 ഒക്കെ വയസ്സിന് താഴെ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായൊരു കുട്ടി ശരിക്കും ആ ക്ലാസ്സിൽ പങ്കെടുത്ത് തിരിച്ചു വന്നതിന് ശേഷം അവൻ്റെ വീട്ടിലെത്തി അവൻ്റെ പുതിയൊരു ജീവിതം കണ്ടപ്പോൾ ദീൻ ഉൾക്കൊള്ളാത്ത അവൻ്റെ മാതാപിതാക്കളും പറഞ്ഞു അത്രേ, ഇവൻ്റെ മനസ്സ് പഴയതിലേക്കാക്കാൻ ഇനി 3 ദിവസത്തെ ക്യാമ്പ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനൊന്ന് പറഞ്ഞേക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഓരോ ചലനത്തിലും അവൻ അത്രയും സൂക്ഷ്മതയോടുകൂടിയാണ് ജീവിക്കുന്നത്. 7 മണിക്ക് മാത്രം ഉണരുന്ന വീട്ടിൽ 5 മണിക്ക് ആ പൈതൽ ഉണരും. അവൻ തൊട്ടടുത്ത പള്ളിയിൽ വെച്ചേ ആ ക്യാമ്പ് കഴിഞ്ഞിട്ട് നിസ്കരിച്ചിട്ടുള്ളൂ. 50 55 വയസ്സായ വാപ്പ കിടന്നുറങ്ങുമ്പോൾ അവൻ പോയിട്ട് അതിൽ പങ്കെടുക്കും. സുഹൃത്തുക്കളെ, ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മളൊക്കെ ഇതൊക്കെ പറയണു, ഇതൊക്കെ ബോധ്യപ്പെട്ടു എന്ന് പറയുകയാണെങ്കിലും ഇന്നലക്ക് നമ്മുടെ വിശ്വാസം നമ്മളെ മാറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പഠിക്കാതെയുള്ള ഒരു ദീനായതുകൊണ്ട് ഒരു കോലങ്ങനെ ഉണ്ട് എന്നല്ലാതെ സൂക്ഷ്മതയോടുകൂടെ എല്ലാ കാര്യങ്ങളിലുമുള്ള ഹക്കും ബാത്തിലും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്ക് ശരിക്കില്ല എന്നുള്ളതാണ് വസ്തുത.
അപ്പോൾ ഞാൻ പറഞ്ഞത് പരലോകത്തെക്കുറിച്ചാണെങ്കിലും സ്വർഗത്തെക്കുറിച്ചാണെങ്കിലും നരകത്തെക്കുറിച്ചാണെങ്കിലും അള്ളാഹിനെക്കുറിച്ചാണെങ്കിലും ഒക്കെ സംശയരഹിതമായി നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ നമുക്കെന്താ പറയുക, പ്രതികൂല സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റൂല. ആത്മഹത്യക്ക് നിരന്തരമായി ഇങ്ങനെ തോന്നുന്നൊരു സ്ത്രീ അവർ ആത്മഹത്യ ചെയ്യുന്നൊരു ഘട്ടത്തിലെത്തിയപ്പോൾ അവരോടൊന്ന് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത് എല്ലാവരും മനസ്സുണ്ടല്ലോ. അവരെന്നോട് പറഞ്ഞ ന്യായം എന്താ വെച്ചാൽ, എനിക്ക് മരിക്കാൻ അങ്ങനെ തോന്നുക, അത് തോന്നിപ്പിക്കണത് അള്ളയാണല്ലോ. മരിക്കാൻ അങ്ങനെ തോന്നിപ്പിക്കണത് അള്ളയാണല്ലോ. അപ്പം അതുകൊണ്ട് അള്ളാഹു എനിക്ക് ആത്മഹത്യ ചെയ്ത് മരിക്കാനാണ് എൻ്റെ കാര്യത്തിൽ തീരുമാനം, അതുകൊണ്ടാണ് എനിക്കത് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റും വരുന്നില്ല എന്നാണ് ഹദീസുകളൊക്കെ ഓതിക്കൊടുത്തിട്ടും അതിൻ്റെ ഭവിഷ്യത്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവർ പറയുന്ന ന്യായം. സുഹൃത്തുക്കളെ, ഒരു വിധിവിശ്വാസത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ കലാകഥനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ നമ്മുടെ ആലിമീങ്ങളും അതേപോലെ തന്നെ അക്കീദൻ്റെ പണ്ഡിതന്മാരൊക്കെ പുസ്തകങ്ങളായും ക്ലാസ്സുകളായും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് വ്യവസ്ഥാപിതമായും ചിട്ടയോടുകൂടി നമ്മളും പഠിക്കണം, നമ്മുടെ കുട്ടികളും പഠിക്കണം. അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ അസ്മാ ഉൽ ഹുസ്നകളെക്കുറിച്ച്, അള്ള എവിടെയാണെന്നതിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ അറിവിനെക്കുറിച്ച്, അള്ളാഹു നമ്മുടെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിനെക്കുറിച്ച്, അള്ളാഹു നാളെ പരലോകത്ത് അള്ളാഹുവിനെ കാണുന്നതിനെക്കുറിച്ച്, വിചാരണയെക്കുറിച്ച് ചില കാര്യങ്ങൾ അടിസ്ഥാനപരമായി നമ്മളൊക്കെ പഠിക്കുകയും അറിയുകയും വേണം. ഇനി നോക്ക്, നിങ്ങൾ കർമ്മകാര്യങ്ങളെക്കുറിച്ച് നോക്കിയാൽ, കർമ്മകാര്യങ്ങൾ ഞാൻ പറഞ്ഞ നേരായ രൂപത്തിലൊരു ഒളു എടുക്കാൻ വേണ്ടി ശരിക്കൊരു ഒളു 2 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയൊരു ഒളു, അത് കൈ കഴുകേണ്ട മാതിരി കൈ കഴുകാനും, അതേപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാനും, അതേപോലെ തന്നെ തല ശരിക്കൊന്ന് തടവാനും, കാലൊന്ന് ശരിക്ക് കഴുകേണ്ട രൂപത്തിൽ കഴുകാനും അറിയില്ല. എന്തിനു നോക്കി ഇപ്പോഴും ആളുകൾ വിളിച്ചു വയ്ക്കും, ആ ഹുഫമ തടവുന്നതിൻ്റെ രൂപം എങ്ങനെയാണ്, അതൊരു പ്രാഥമികമായ കാര്യങ്ങൾ പോലും പഠിച്ചു വെക്കാതെയാണ് നമ്മളൊക്കെ മുസ്ലിമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നത്. സുഹൃത്തുക്കളെ, കുറ്റപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞു, നിങ്ങൾ എവിടെ ഏത് പള്ളിയിലാണോ ഏത് പ്രദേശത്താണോ അവിടെയൊക്കെ ഇസ്ലാമിനെ ശരിക്കും അതിൻ്റെ വിശ്വാസ കാര്യങ്ങളും ദീനീ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കാനുള്ള നല്ല സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെക്കണം. അല്ലെങ്കിൽ വലിയ ഖേദം നമുക്ക് വരും. ഞാനിപ്പോൾ ഈ കഴിഞ്ഞൊരു പ്രാവശ്യം ഗൾഫിൽ നിന്ന് ഒരു മകനെ നിർബന്ധപൂർവ്വം നാട്ടിലേക്ക് വരുത്തി അവനെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവൻ എൻജിനീയറിങ്ങിന് പഠിക്കുമ്പോൾ അവന് പരിചയമുള്ള നിരീശ്വരവാദിയായ ഒരു പെൺകുട്ടിയെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ബാംഗ്ലൂരിലെ രജിസ്റ്റർ ഓഫീസിൽ റെഡിയാക്കിയിരിക്കുകയാണ് അവൻ. അപ്പോൾ ആ ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിക്കും എന്നവൻ വാശി പിടിക്കും. ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ അവൻ എന്നോട് ചോദിക്കുന്ന കാര്യം, നിങ്ങൾ എന്തിനാണ് എന്നെ ഉപദേശിക്കുന്നത്? മതപരമായ കാര്യങ്ങളിലും ദൈവവിശ്വാസത്തിലൊന്നും അത്ര കണിശത എനിക്കുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ ഇവളെ സ്നേഹിക്കൂ? എനിക്കും അവൾക്കൊക്കെ ഒരേ വിശ്വാസമാണ്. ഇതിലൊന്നും വലിയൊരു കണിശതൻ്റെയും വലിയൊരു നിർബന്ധത്തിൻ്റെയൊന്നും ആവശ്യമില്ലാന്ന്. പക്ഷെ അവനെ പരിചയപ്പെടുത്തിക്കൊണ്ട് മണിക്കൂറുകളോളം അവൻ്റെ വാപ്പ എന്നോട് പറഞ്ഞ മുഖവുര എന്താ അറിയൂ? അവൻ 6ാം ക്ലാസ് വരെ മദ്രസ പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ ഉപദേശങ്ങളും അവന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, എല്ലാം ദീനിയായി അവനെ വളർത്തിയിട്ടുണ്ട്. അവൻ കോളേജിലാകുന്ന സമയത്ത് ഫോൺ ചെയ്യുമ്പോഴൊക്കെ നിസ്കരിച്ചു എന്ന് അവനോട് ചോദിക്കാറുണ്ട് എന്നാണ്. സുഹൃത്തുക്കളെ, ഇതിൻ്റെ വലിയ ദുരന്തം എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ വിശ്വാസത്തെക്കുറിച്ചും ദീനിനെക്കുറിച്ചുമുള്ള ശരിക്കുള്ള അറിവില്ലാതെ വരുമ്പോൾ നമ്മുടെ മക്കൾ തെറ്റിപ്പോകും, പഴച്ചു പോകും, യാതൊരു സംശയക്കാര്യത്തില്ല. അതുകൊണ്ട് ആ അറിവും വിവരവും ശരിയായ അർത്ഥത്തിൽ ആളുകൾക്ക് നൽകി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ എല്ലാവരുടെയും മനസ്സിൻ്റെ ഒരു വേദന, ഒരു കുടുംബം എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ വേദന എന്താ വെച്ചാൽ, ഞാനും നിങ്ങളുമൊക്കെ ഉൾക്കൊണ്ടതുപോലെ ഈ ദീൻ ബാക്കിയുള്ളവരെന്താണ് മനസ്സിലാക്കാത്തത്? ഭാര്യ എന്താണ് മനസ്സിലാക്കാത്തത്? മരുമക്കൾ എന്താണ് മനസ്സിലാക്കാത്തത്? വാപ്പ എന്താണ് മനസ്സിലാക്കാത്തത്? ഇതിന്ന് എല്ലാവരും നമ്മളോട് പറയുന്ന ഒരു കംപ്ലൈൻ്റാണ്. നമ്മുടെ ഒപ്പമുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ദീനിയായി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്, ബാധ്യതയാണ്. അത് നമ്മളെല്ലാവരും നിർവഹിച്ചിരിക്കണം. ഞാൻ പറഞ്ഞ അത് നമ്മൾ നിർവഹിച്ചിട്ട് അവർ വഴിതെറ്റിപ്പോകുന്നുവെങ്കിൽ അള്ളാഹുവോട് ഒരു മഅദിറത്ത്, ഒരു ഒഴിവ് കഴിവ്, ഒരു എക്സ്ക്യൂസ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിന് നമ്മൾ ചില ബോധപൂർവമായ പരിശ്രമങ്ങളെ നമ്മൾ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇന്ന് സത്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, എന്തെങ്കിലും ഒരു പ്രശ്നമോ മതപരമായൊരു വ്യതിചലനമോ നമ്മുടെ കുട്ടികളിൽ കണ്ടാൽ രക്ഷിതാക്കന്മാർ ഉടനെ ഫോൺ ചെയ്യും,
അവനൊരു ഉപദേശം കൊടുക്കണം, മാർഗനിർദ്ദേശം കൊടുക്കണം, അവനൊരു അരമണിക്കൂർ ദീനിയായി സംസാരിക്കണം, മതപരമായി പറഞ്ഞു കൊടുത്തിട്ട് ഇനി ഓനെ നേരാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആളുകൾ പലപ്പോഴും ഫോൺ ചെയ്യാറുണ്ട്. എന്നാൽ സുഹൃത്തുക്കൾ, നിങ്ങൾക്കറിയാം, ഇസ്ലാമിൻ്റെ മര്യാദ പ്രകാരം ഏറ്റവും അധികം ഒരു മകന് ദീൻ പറഞ്ഞു കൊടുക്കാൻ ബാധ്യതയുള്ള ആളാരാരെങ്ങൾ? വാപ്പയാണ്. വാപ്പക്കാണ് മക്കളെ ദീൻ പഠിപ്പിക്കാനുള്ള ബാധ്യത. എന്താണ് തെളിവ്? ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. സൂറത്തുൽ ലുഖ്മാൻ അറിയാത്ത ഒരാളും ഇവിടെ അല്ല. വിശ്വാസകാര്യവും നിസ്കാരകാര്യവും ജീവിത മര്യാദകളും മുഴുവനും ലുഖ്മാൻ, അത് പ്രവാചകനാണ് സുഹൃത്തുക്കളെ, പ്രവാചകനല്ല എന്നല്ലേ ഭൂരിപക്ഷം ആളുകളുടെ അഭിപ്രായം. ആ ലുഖ്മാൻ എന്ന് പറയുന്ന താത്വികനായ മുസ്ലിമായ വിശ്വാസിയായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ മക്കയിലും പരിസര പ്രദേശങ്ങളിലും ഏറ്റവും അധികം അറിയപ്പെട്ട ഒരു വ്യക്തിയായ ലുഖ്മാൻ, ആ ലുഖ്മാൻ്റെ ജീവിതത്തിൽ നിന്നും ഖുർആൻ എന്തു പാഠമാണ് സുഹൃത്തുക്കളെ നമുക്ക് പകർന്നു തന്നത്? വാപ്പാരാണ് മക്കളെ പഠിപ്പിക്കേണ്ടതാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ പണ്ഡിതന്മാരുടെ ആരെ ചരിത്രം, ഏത് പണ്ഡിതന്മാരുടെ ഹിസ്റ്ററിയും നമ്മളെടുത്ത് പരിശോധിച്ചാലും നമുക്കതിലൊക്കെ കാണാൻ പറ്റുന്നൊരു കാര്യമാണ് എന്തറിയൂ, അവർ ഇഫ്ള് പഠിച്ചത്, ദീന് പഠിച്ചത്, ഫിഖ് പഠിച്ചത്, അഖീദ പഠിച്ചത് എല്ലാം വാപ്പൻ്റെ അടുക്കുന്ന ഈ കാര്യം. നിങ്ങൾ ഏത് പണ്ഡിതന്മാരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിക്കളി, അവർ പഠിക്കുന്ന അവരെ പിതാവിൽ നിന്നായിരിക്കും. ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ അറിവില്ലാത്ത ആളുകളാണ്. എങ്കിലും സുഹൃത്തുക്കളെ, കുട്ടികളെ വളർത്തുന്ന കാര്യത്തിൽ ഞാനാണ് എൻ്റെ മക്കൾക്ക് അറിവ് പകർന്നു നൽകേണ്ടത് എന്ന ഒരു ഇസ്ലാമിക വിവരം നമ്മളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഉണ്ടാവേണ്ടതുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ഇന്ന് നോക്കൂ, നിങ്ങൾ ഈ ഇരിക്കുന്ന രക്ഷിതാക്കന്മാർക്കും എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾക്കും എത്ര കണ്ട് പറയാൻ പറ്റും, എൻ്റെ മകൻ്റെ ദീനിയായ വിശ്വാസ കർമ്മ കാര്യങ്ങളൊക്കെ അവൻ പഠിച്ചത് എന്നിൽ നിന്നാണ് എന്ന് പറയാൻ ആർക്ക് പറ്റും? പലപ്പോഴും നമ്മൾ നോക്കെ വാപ്പൻ്റെ മുഖച്ഛായയാണോ ഉമ്മൻ്റെ മുഖച്ഛായയാണോ മക്കൾക്ക് എന്ന് പലപ്പോഴും തർക്കങ്ങളും ചർച്ചകളും നടത്താറുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിത മര്യാദകളെ, ജീവിത കർമ്മങ്ങളെ, നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളെ, നമ്മുടെ സ്വഭാവങ്ങളെ കൂടെ നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയുന്ന ഒരു സംസ്കാരത്തെ നമ്മൾ ഉണ്ടാക്കണം. ഞാൻ പറയുന്നല്ലോ, കുറേ കാര്യങ്ങളിൽ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കി. ആളുകൾ നമ്മൾ ദീനിൽ പുതിയതുണ്ടാക്കുന്ന ആൾക്കാരാണ്, പുതിയ കുറേ അന്ധവിശ്വാസത്തിൽ കൊണ്ടുപോവുകയാണ് എന്നൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞാലും ധാരാളക്കണക്കിന് മാറ്റങ്ങളെ നമ്മൾ ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സുന്നത്തുകളോടുള്ള പ്രതിബദ്ധത, അതേപോലെ തന്നെ പ്രാർത്ഥനകളും ദിക്റുകളും ചെല്ലാനുള്ള ഒരു മനസ്സ്, അതേപോലെ തന്നെ ഇസ്ലാമിക വസ്ത്രധാരണ രീതി, വീടുകളിലെല്ലാം ഇസ്ലാമികമായ ചിട്ട, നമ്മുടെ പ്രഭാഷണങ്ങളുടെ പ്രസംഗങ്ങളിലൂടെയും ക്ലാസ്സുകളിലൂടെയും ഒക്കെ ധാരാളം മാറ്റങ്ങൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കുടുംബങ്ങളിൽ വരേണ്ട ചില മാറ്റങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്, മാതാപിതാക്കളിൽ നിന്ന് മക്കൾ ദീൻ പഠിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. ആ അവസ്ഥ ഉണ്ടായില്ലെങ്കിൽ എന്താണെന്നറിയങ്ങൾ, ഇനി മക്കളെ നിയന്ത്രിക്കാൻ പറ്റാത്ത പുതിയൊരു കാലഘട്ടത്തിലേക്കാണ് വരുന്നത്. നമ്മുടെ പീസ് റേഡിയോ നിങ്ങളെല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ നമ്മൾ കുടുംബ വിഷയങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ടാണ് 57ഓളം പ്രോഗ്രാമുകളുണ്ട്. അതിലൊരു പ്രോഗ്രാം, അതിൽ ആളുകൾക്ക് ചോദ്യം അയക്കാൻ നമ്മളൊരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ വരുന്ന ചോദ്യങ്ങളൊക്കെ എൻ്റെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്ത് തരാറുണ്ട്. അത് ഇന്നടക്കം എനിക്ക് വന്നിട്ടുള്ള പീസ് റേഡിയോയിലേക്ക് വന്ന ചോദ്യങ്ങളെ പരിശോധിക്കുമ്പോൾ അതിലൊക്കെ രക്ഷിതാക്കന്മാർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, കുട്ടികളെ നിയന്ത്രണത്തിൽ കിട്ടുന്നില്ല എന്നാണ്. ഇതുവരെയൊന്നും അവൻ എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിരുന്നില്ല, എൻ്റെ മുഖത്ത് നോക്കി അവൻ അങ്ങനെ വർത്തമാനം പറയാൻ ധൈര്യം കാണിച്ചിരുന്നില്ല. ഇപ്പം അവൻ എന്നെ കയറി തല്ലാനും ചീത്ത പറയാനൊക്കെ തയ്യാറാകുന്നുണ്ട്. ഞാൻ പറഞ്ഞ അവൻ അവിടെ നിന്നിരുന്നു, ഇപ്പം ഞാൻ പറഞ്ഞാലും അവൻ നിൽക്കാത്ത ഒരവസ്ഥ വരുന്നുണ്ട്. അവനൊരു വല്ലാത്ത ദേഷ്യക്കാരനാണ്, കണ്ടതൊക്കെ എടുത്ത് എറിയാണ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഇത് വായിക്കുമ്പോൾ എനിക്ക് തോന്നുക, കുട്ടികളെന്തും ഞങ്ങൾ പിടിച്ചിട്ട് കിട്ടണില്ല എന്ന് തന്നെയാണ് രക്ഷിതാക്കന്മാർ പറയണത്. സുഹൃത്തുക്കളെ, ഇതൊരു വലിയ ദുരന്തമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇന്ന് മക്കളെ വളർത്തുന്നതിൻ്റെ ഒരു രീതിയാണ് നമ്മളിവിടെ മനസ്സിലാക്കണം. എന്താണ് മക്കളെ വളർത്തുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, സാമ്പത്തിക ശേഷി ഉള്ളവരാകട്ടെ ഇല്ലാത്തവരാകട്ടെ, കുട്ടികൾക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ ആ ഇഷ്ടം മുഴുവൻ കുട്ടികൾക്ക് നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ഒരു കുട്ടിക്ക് മുലകുടി നിർത്തണം എന്നൊരു ഉമ്മ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ ഒരു കുട്ടീൻ്റെ മുലകുടി നിൽക്കും? ഒരിക്കലും നിൽക്കില്ല. രണ്ടാമത്തൊരു വർഷം മുലകുടി പൂർത്തിയായി, 2 കൊല്ലം പൂർത്തിയായിട്ട് ചിലപ്പോൾ കുട്ടിക്ക് കയ്പുള്ളതോ അരുചി തോന്നുന്നതോ ആയ വല്ല വസ്തുക്കളും തൻ്റെ സ്തനത്തിൽ പുരട്ടി ഒരു 4-5 ദിവസത്തെ വാശി പിടിച്ച കരച്ചിൽ സഹിച്ചിട്ടാണ്
ഒരു കുട്ടിയെ എന്ത് ചെയ്യണങ്ങൾ മുലകൂടി നിർത്തിക്കുന്നത് ഒരു ഉമ്മ. ഞാൻ പറഞ്ഞ ഒരു കാര്യവും ഒരു തിന്മയും നിങ്ങളുടെ കുട്ടിയിൽ നിന്ന് ഇല്ലാതാക്കാൻ അവൻ്റെ ഒരു അനിഷ്ടം, അവൻ്റെ ഒരു ഇഷ്ടക്കുറവ്, അവൻ്റെ ഒരു വാശി, ദേഷ്യം, ഇതൊക്കെ ഒരു ഘട്ടത്തിൽ സഹിക്കാതെ ഒരു കുട്ടിയെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു രക്ഷിതാവും, ഉമ്മയാകട്ടെ വാപ്പയാകട്ടെ, കുട്ടിക്കിഷ്ടമുള്ളൊരു കാര്യം ദീനിന് വിരുദ്ധമാണോ അല്ലെങ്കിൽ അവന് തന്നെ ദോഷകരമാണെങ്കിലും അതിനെ നിയന്ത്രിച്ചിട്ട് അവൻ്റെ ഒരു വെറുപ്പ് എനിക്ക് വേണ്ടെന്നാണ് രക്ഷിതാക്കന്മാർ ശ്രദ്ധിക്കുന്ന കാര്യം. സുഹൃത്തുക്കൾ, നിങ്ങൾ ഏത് വീട്ടിൽ പോയി നോക്കും, നിങ്ങൾ കുറച്ച് സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ ആ കുട്ടി കളിക്കുന്നത് 30,000 35,000 ടാബിലും ഫോണിലുമാണ് കളിക്കുന്നത്. ആലോചിക്കും, നിങ്ങൾ വിലപ്പെട്ട ഒരു വസ്തു കുട്ടിക്ക് വിട്ടുകൊടുക്കുന്നൊരവസ്ഥ എൻ്റെയും നിങ്ങളുടെയും ചെറുപ്പത്തിൽ ഉണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ അന്ന് കൗതുകത്തിന് വാപ്പ കെട്ടുന്നൊരു വാച്ചിൽ പോയി കൈ തൊട്ടാൽ എന്തായിരിക്കും ചെറുപ്പകാലത്തെ അനുഭവം എന്ന് ആലോചിക്കാൻ പറ്റില്ല. ഇന്ന് 30,000 താഴെ വീണാൽ ഗ്ലാസ് അടക്കം പൊട്ടിപ്പോകുന്ന ഫോൺ കുട്ടിൻ്റെ കയ്യിൽ കൊടുക്കണം. എന്താണ് രക്ഷിതാക്കന്മാരെ മനഃശാസ്ത്രം എന്ന് വെച്ചാൽ കുട്ടിൻ്റെ ഇഷ്ടത്തിൻ്റെ വിരുദ്ധമായി ഒന്നും കുട്ടിയോട് പറയണ്ടെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അത് കുട്ടിൻ്റെ സ്വഭാവമാകട്ടെ, സംസ്കാരമാകട്ടെ, എന്താവട്ടെ. എത്രമാത്രം കാര്യങ്ങൾ തിന്ന് 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 നശിച്ചു പോയ കുട്ടികളുണ്ട്. എല്ലാ സമയത്തും തിന്നുമ്പോൾ മോനെ നിൻ്റെ ഒരു അളവ് ഇത്രയാണെന്ന് പറഞ്ഞ് അവനെ നിയന്ത്രിച്ചൊരു ഭക്ഷണശീലമുണ്ടല്ലോ, ഭക്ഷണശീലം. ഒരു പരിധി എത്തുമ്പോൾ അപ്പം അത് കഴിച്ചാൽ മതി, കുറച്ചുകൊണ്ട് ഇനിയും തിന്നാം എന്ന് പറയാനുള്ളൊരു മനസ്സ് പോലും മാതാപിതാക്കൾക്കില്ല. എല്ലാ കാര്യവും ഒരു പുതിയ അവസ്ഥയിലെ കുട്ടികളെ വളർത്തും. ഞാൻ പറഞ്ഞത് ഏതൊരു ആൺകുട്ടിയെ നിങ്ങൾ എടുത്തു നോക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ജീവിതത്തിൽ ഇടപെട്ടില്ലെങ്കിൽ ആ കുട്ടി നിന്നേ മൂത്രമൊഴിക്കുള്ളൂ. അതാ മുറ്റത്താവട്ടെ വീട്ടിലെവിടെ ആവട്ടെ നിന്ന് മൂത്രയിക്കുക, ആ മൂത്രം മുഴുവൻ ദേഹത്തൊരിക്കുക, അത് കയ്യിലും കാലിലും ആവുക, നേരെ കയറി വരിക. ഞാൻ പറഞ്ഞ ഒരു കാര്യം പഠിപ്പിക്കണില്ല, ഒരു കാര്യം പഠിപ്പിക്കും. ഒന്ന് മൂത്രമൊഴിക്കാൻ പഠിപ്പിക്കുന്നില്ല, ഡ്രസ്സ് ചെയ്യാൻ പഠിപ്പിക്കണില്ല, ഭക്ഷണം കഴിക്കാൻ പഠിപ്പിക്കണില്ല, ഉറങ്ങാൻ പഠിപ്പിക്കണില്ല, ഒന്നും പഠിപ്പിക്കണില്ല. സുഹൃത്തുക്കൾ, ഇത് വല്ലാത്തൊരു അപകടത്തിലേക്കാണ് പോണത്. ഇന്ന് രക്ഷിതാക്കന്മാരൊക്കെ പറയും ഞാൻ എന്നെക്കൊണ്ട് കഴിയും പോലെ ദീനിയായിട്ടാണ് അവരെ വളർത്തുന്നത്, ദീനിയായിട്ടാണ് അവരെ വളർത്തിക്കൊണ്ട് വരുന്നത് എന്ന് പറയും. സുഹൃത്തുക്കൾ, ഒരിക്കലുമല്ല. മോഷ്ടിക്കുന്ന കുട്ടികൾ, ഞാൻ പറഞ്ഞ മാന്യമായ കുടുംബത്തിൽ ജനിച്ച കുട്ടികൾ മോഷ്ടിക്കുക എന്നുള്ളത് പഴയ കാലത്ത് കാണാത്ത കാര്യങ്ങളാണ്. ഇന്ന് എല്ലാ സൗകര്യങ്ങളുള്ള കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് മാതാപിതാക്കളെന്നോ മറ്റു വീടുകളിൽ നിന്നൊക്കെ മോഷ്ടിക്കുന്ന സംഭവങ്ങൾ ഇന്ന് എത്രയോ കംപ്ലൈൻറ്റുകളുമായി രക്ഷിതാക്കന്മാർ നമ്മുടെ അടുക്കൽ വരുന്നുണ്ട്. സുഹൃത്തുക്കളെ, നല്ലൊരു ഇടപെടൽ വാപ്പാരും ഉമ്മാരും കുട്ടികളെ കാര്യത്തിൽ നടത്തണം. ഞാൻ പറഞ്ഞു, കുട്ടികൾ ഇങ്ങനെ ഓരോ സമയവും സന്ദർഭം വരുമ്പോൾ നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ സ്വർഗവും നരകവും ഇസ്ലാമിക മര്യാദകളും ചിട്ടകളും ഒക്കെ പഠിപ്പിക്കണം. കുട്ടി നിങ്ങൾ ഒതുകൊടുക്കുന്ന സമയത്ത് കുട്ടി ഒതുകൊടുക്കാൻ വേണ്ടി വരും. അപ്പോൾ ആ കുട്ടി ഒതുകൊടുക്കുമ്പോൾ അതിന് രൂപമുണ്ട്, കൈയൊന്ന് കഴുകും, മുഖമൊന്ന് കഴുകും, കാലുമ കുറച്ച് വെള്ളം വരും, നേരെ പള്ളിക്കാണ് കയറും. കുറച്ച് നേരത്തെ സുഹൃത്തുക്കളെ പള്ളികൾക്ക് പോയിട്ട് അവൻ ആ ഒതുകൊടുക്കുന്ന രൂപം നിങ്ങൾക്ക് ശരിക്കും ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിന് കാണിച്ചു കൊടുത്ത ആ ഒളു നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങളത് ആ പ്രായത്തിൽ 4 വയസ്സിലും 5 വയസ്സിലും ആ കുട്ടിക്ക് കൈ പിടിച്ചന് കാണിച്ചു കൊടുത്താൽ ജീവിതത്തിൽ എന്നും അവൻ ആ ഇസ്ലാമിൻ്റെ ശരിക്കുള്ള ഉളു, ആ തല തടവുന്നതും കൈ കഴുകുന്നതും കൊപ്പിളിക്കുന്നതും ഒക്കെ ഏത് കാലത്തും തെറ്റാതെ അവനത് ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ നമ്മളെ വാപ്പാരോ ഉമ്മാരോ അങ്ങനെ കൈ പിടിച്ചൊന്ന് ഒതുണ്ടാക്കി തന്നത്? സുഹൃത്തുക്കളെ, ആ ഒതു ആരുണ്ടാക്കി തരണ്ടേ? വാപ്പി ഇമ്മെന്നെ ഉണ്ടാക്കി തരണ്ടേ? നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഏതുവരെ പുരുഷൻ്റെ വസ്ത്രം, ഏതുവരെ സ്ത്രീയുടെ വസ്ത്രം എന്ന് നമ്മളെ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. പല്ല് തേക്കാൻ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. മൂത്രമൊഴിക്കാൻ പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. ഈ ചിട്ടകളും രൂപങ്ങളും ഇടപെട്ടുകൊണ്ട് പഠിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ സുഹൃത്തുക്കളെ വലിയ പ്രശ്നം ഉണ്ടാവും. ഞാൻ പറഞ്ഞ, ഈ അച്ചടക്കമില്ലാത്ത ഈ കുട്ടികളൊക്കെ പലപ്പോഴും നമുക്ക് നമ്മുടെ മാനം പോലും നഷ്ടപ്പെടുത്തും. ഞാൻ പറയാം, ഒരു വീട്ടിൽ ചെന്നാൽ നിങ്ങൾ നോക്കും, നിങ്ങൾ ആ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും ആ വീട്ടുകാർ ശരിക്കും ശ്രദ്ധിച്ച് കൊണ്ടു നടക്കും. എന്നാൽ ഏതെങ്കിലും അന്യ വീട്ടിലത്തെ കുട്ടികൾ വന്നാൽ അപ്പുറത്തെ ഗ്ലാസ്സിലൊന്ന് വരച്ചു, അല്ലെങ്കിൽ ചുമരുമെന്ന് എഴുതി, അല്ലെങ്കിൽ കാറുമെന്ന് വരച്ചു, അവിടെ ഉണ്ടാകുന്ന എന്ത് ഡാമേജ് അവർ മനസ്സിൽ ഓർത്തു വെക്കും. ഇതിന്ന് ഇന്ന വീട്ടുകാർ വന്നപ്പോൾ, ഓരോ കുട്ടികൾ വന്നപ്പോൾ ഓല് ചെയ്തതാണ്, അവർ പൊട്ടിച്ചതാണ് ഈ ഗ്ലാസ്, അവർ കീറിയതാണ് ഈ കാർപ്പറ്റ്, അവർ വരച്ചതാണ് ഈ വര എന്ന് ഓർത്തു വെക്കും. ഞാൻ പറഞ്ഞത്, ഏത് സ്ഥലത്ത് ചെന്നാലും നമ്മുടെ മക്കൾ എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ രൂപം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ എന്നും ഓർക്കുന്ന ഒരു കുട്ടി വന്നിട്ട് ആ കുട്ടിക്ക്
നമ്മളെന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ വന്നിട്ടൊരു ഫുഡ്, ഒരു ഭക്ഷണം, ഒരു മധുര പലഹാരം ആ കുട്ടിയെ കൊണ്ട് തീറ്റാൻ എത്ര ശ്രമിച്ചു നടന്നില്ല. എന്താണെന്ന് വെച്ചാൽ എവിടുന്നെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉമ്മ സമ്മതിച്ചാൽ കഴിച്ചാൽ മതി എന്നാണ് പഠിപ്പിച്ചത്. ആ ഉമ്മനോട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടാണ് ആ കുട്ടിയെ ഭക്ഷണം കഴിച്ചത്. ഞാൻ അങ്ങനെ പഠിപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു ഇഷ്ടപ്പെട്ട ഭക്ഷണ